ആലുവ മൂന്നാർ റോഡിൽ KSRTC റൂട്ടിൽ കുട്ടമശ്ശേരി ഭാഗമാണ്. റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ നിരവധി തവണ നമ്മൾ തന്നെ ഒട്ടനവധി വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഭാഗം നേരെയായിട്ടില്ല. ഒരു വഴിയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജനകീയ റോഡ് സംരക്ഷണ സമിതി ഒരു പ്രതിഷേധ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലേ? അതെ അതെ. എല്ലാ വഴിയടഞ്ഞു. എല്ലാ വഴിയടഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 വർഷം കഴിഞ്ഞു നമ്മൾ ഈ റോഡിന് വേണ്ടി സമരങ്ങൾ ചെയ്യുന്നത്. 13 വർഷം കഴിഞ്ഞ് ഈ റോഡൊന്ന് ടാർ ചെയ്തിട്ട് പല രീതിയിലുള്ള ശയന പ്രദക്ഷിണം മുതൽ അങ്ങനെ പല രീതിയിലുള്ള സമരങ്ങൾ നടത്തി. താങ്കളാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ലേ? കാരണം മന്ത്രിയുടെ ശ്രദ്ധയിൽ എങ്ങനെയെങ്കിലും എത്തണം, ഇത് ഷെയർ ചെയ്തെത്തണമെന്നാ. അതെ അതെ. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ റോഡ് ഉണ്ടായിരുന്നു, നമ്മളെ കീഴ്മാട് റോഡ്. ആ റോഡിന് വേണ്ടി പാട്ടുപാടി മന്ത്രി ഇടപെട്ട് കൃത്യം ഒരു മാസത്തിനുള്ളിൽ അത് പരിഹാരം തന്നിരുന്നു. അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഈ റോഡിന് വേണ്ടി. തീർച്ചയായിട്ടും ആ ഒരു ശുഭ പ്രതീക്ഷയിലാണ് നമ്മൾ. അപ്പം മന്ത്രി ഇതൊന്ന് കാണട്ടെ. ആലുവ മൂന്നാർ പാതയിത് KSRTC റോഡുമിത് കൊല്ലം 13 കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ ഗതി ഇത് മാറുന്നില്ല. വരികളൊക്കെ താങ്കൾ തന്നെ ചിട്ടപ്പെടുത്തിയാണോ? അങ്ങനെയാ? അതെ അതെ, ഞാൻ തന്നെയാണ്. ഞാനൊരു റൈറ്ററാണ്. പരാതി പറഞ്ഞു, പ്രതിഷേധിച്ചു, പലതരത്തിലും നോക്കിയിട്ട് നടന്നില്ല. അവസാനം പാട്ടെങ്കിലും കേട്ട്, അല്ലേ? അതെ അതെ. ഈ പാട്ടെങ്കിലും കേട്ടൊന്ന് മന്ത്രി ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മറ്റു പല ഭാഗങ്ങളും ഈ റോഡിനെ നേരെയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടമശ്ശേരിക്ക് മാത്രം എന്താ ഒരു ശവമോക്ഷ? അത് തന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലാവാത്തത്. റോഡ് ഞാൻ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയിൽ ചാടി വീഴുന്ന ആളുകളുടെ എണ്ണം ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോഡിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവർ പോലും കുഴിയിൽ പെട്ടുപോകുന്നത്. ഇത് കുഴിയാണോ കെണിയാണോ എന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ 15 വർഷമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആലുവ MLA ഭരിക്കുന്ന ഒരു മണ്ഡലമാണിത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ റോഡിന് ഇന്നേ വരെ ഒരു ശവമോക്ഷം കിട്ടിയിട്ടില്ല. രണ്ടുപേരും ഒന്നുകൂടി ഒന്ന് പാടിക്കോ, വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കും. പാടാം. മന്ത്രിയെ കാണണമേ, റോഡ് നിറയെ കുഴിയാണേ. മന്ത്രിയെ കേൾക്കണമേ, ഞങ്ങളുടെ ദുരിതം തീർത്തിടണേ. തരണം തരണം മന്ത്രിയെ, ശാശ്വത പരിഹാരം തരണേ. തരണം തരണം മന്ത്രിയെ, ശാശ്വത പരിഹാരം തരണേ. മന്ത്രി ഇത് കേൾക്കട്ടെ. റോഡിൽ കുഴി മാത്രമല്ല, കട്ടപ്പൊടിയാണ്. നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നും ഇത് ഏതെങ്കിലും വല്ല കോടയാണോ എന്ന് തോന്നും. പക്ഷേ കോടയൊന്നുമല്ല, വലിയ പൊടിയാണ്. നിൽക്കാൻ പോലും കഴിയുന്നില്ല. മഴ പെയ്താൽ വെള്ളക്കെട്ട്, മഴ മാറിയാൽ ഇതേപോലെയുള്ള പൊടിയാണ് അവസ്ഥ. അപ്പോൾ ഇവരുടെ ഈ പ്രതിഷേധ ഗാനത്തിനെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഇത് ഒരുപാട് പേർ സഞ്ചരിക്കുന്ന ഒരു പാത കൂടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം എന്നതാണ് നമുക്കും പറയാനുള്ളത്. ക്യാമറമാൻ വേണുവിനൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.